നന്മ ചെയ്യാനുള്ള സാഹചര്യവും സന്ദർഭവും സംവിധാനങ്ങളുമൊക്കെ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് പുതിയ തലമുറ ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞ ഒരു കാര്യം ഏറെ പ്രസക്തമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു, സയുസീബു ഉമ്മത്തി ദാഉൽ ഉമം, എൻ്റെ സമുദായത്തിന് ദാഉൽ ഉമം ബാധിക്കും. ഖാലു, ഞങ്ങൾ ചോദിച്ചു, യാ നബി അല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, വമാ ദാഉൽ ഉമം, എന്താണ് ദാഉൽ ഉമം എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമുദായത്തെ ബാധിക്കാനുള്ള ഒരു രോഗത്തെക്കുറിച്ച് സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഖാല അൽ അശ്റു വൽ ബത്വർ. ദാഉൽ ഉമം എന്ന് പറഞ്ഞാൽ കുഫ്റുൻ നിഅമ, ലഭിച്ച അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ഒരു സമൂഹം ഇവിടെ കടന്നു വരും. അതാണ് അൽ അശ്ർ എന്ന് പറഞ്ഞാൽ. അള്ളാഹു നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കാതെ ജീവിക്കുന്ന, അതിനെ നിഷേധിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരും. വൽ ബത്വർ അത്തുഗ്യാനു ഇൻദ നിഅമതി വസിദ്ദത്തിൽ മറഹി വൽ ഫറഹ്. ലഭിച്ച അനുഗ്രഹങ്ങളെ മറക്കുന്നു എന്ന് മാത്രമല്ല, ആ അനുഗ്രഹങ്ങൾ കാരണത്താൽ അതിര് കവിയുന്ന, അങ്ങേയറ്റം ആർഭാടത്തോടുകൂടി അനുവദനീയമല്ലാത്ത ആസ്വാദനത്തോടുകൂടി ജീവിക്കുന്ന ഒരു തലമുറ വളർന്നു വരും എന്ന് അല്ലാഹുവിൻ്റെ റസൂല് പറയണം. നിഅമത്ത് കുറഞ്ഞു പോകുന്ന, അനുഗ്രഹം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലല്ല ആളുകൾ മോശമായി പോവുക. കഴിക്കാനും കുടിക്കാനും താമസിക്കാനും വളരാനും വിദ്യാഭ്യാസം നേടാനും ഒക്കെ മാതാപിതാക്കൾ ഏറെ കഷ്ടപ്പെട്ട് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് സ്വന്തം ജീവിതം പോലും മറന്ന് പ്രവാസ ലോകത്ത് വർഷങ്ങളോളം തങ്ങളുടെ ജീവിത ചിലവ് നന്നേ ചുരുക്കി ആ പണം നാട്ടിലേക്ക് അയച്ച് ആ പണം കൊണ്ട് ആസ്വദിച്ച് ആർമാദിച്ച് ആഡംബരത്തോടുകൂടി ജീവിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ മതിമറന്നു പോകുകയും ചെയ്യുന്ന ഒരു സമൂഹം വളർന്നു വരിക എന്നത് ഏറെ ആശങ്കയോടുകൂടി സമുദായം നോക്കിക്കാണേണ്ട ഒന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ ദാഉൽ ഉമം എന്നാൽ അതാണ്, അനുഗ്രഹത്തെ നിഷേധിക്കുന്ന, ലഭിച്ച അനുഗ്രഹങ്ങളിൽ മതിമറന്ന് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകുമെന്നാണ്. വത്തകാസുർ, അതുപോലെ തന്നെ പരസ്പരം പെരുമനടിക്കുന്ന ഒരു സമൂഹം. സമ്പത്ത് കൊണ്ട്, മക്കളെ കൊണ്ട് പെരുമനടിക്കുന്ന, അതിൽ മാത്രം ശ്രദ്ധയൂന്നുന്ന, പണമുണ്ടാക്കണം, സമ്പത്തുണ്ടാക്കണം, എങ്ങനെയാണെങ്കിലും, ഹലാലാണെങ്കിലും ഹറാമാണെങ്കിലും പണമാണോ മുൻപിൽ, ആ പണമുണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി ജീവിക്കുന്നവരവസ്ഥാവിശേഷം സംജാതമാകും. സമ്പത്തിലും സന്താനങ്ങളിലും ആളുകൾ പെരുമനടിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് വന്നെത്തും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു, ആ അനുഗ്രഹങ്ങളിൽ മതിമറന്ന് ജീവിച്ചു, ആ അനുഗ്രഹങ്ങളിൽ മതിമറന്ന് സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും പെരുമനടിച്ചു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുക പരസ്പര വിദ്വേഷമാണ്, പരസ്പരം പകയാണ്. ആരാണ് വലുത്? ഞാനാണോ വലുത്? നീയാണോ വലുത്? എനിക്കാണോ സമ്പത്ത് കൂടുതൽ? നിനക്കാണോ സമ്പത്ത് കൂടുതൽ? എന്റെ കുടുംബമാണോ വലുത്? നിങ്ങളുടെ കുടുംബമാണോ വലുത്? ഇങ്ങനെ മനസ്സിൽ വിദ്വേഷവും പകയുമായി ജീവിക്കുന്ന ഒരവസ്ഥ സമൂഹത്തിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വന്നാൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാൻ വേണ്ടി ആളുകൾ ആഗ്രഹിക്കും. ഇങ്ങനെ അനുഗ്രഹങ്ങളിൽ മതിമറന്നുകൊണ്ട്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിഷേധിച്ചുകൊണ്ട്, അതിൽ ആർമാദിച്ച് ആഡംബരത്തോടുകൂടി പരസ്പരം പെരുമനടിച്ച് വിദ്വേഷവും പകയും അസൂയയുമായി
ജീവിച്ചു കഴിഞ്ഞാൽ ഹത്താ യകൂനൽ ബഗി, പിന്നെ അവിടെ വരിക കയ്യേറ്റമാണ്. പിന്നെ ഒരാളെ അടിച്ചമർത്താൻ, ഒരാളെ ഇല്ലാതാക്കാൻ ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കും. ഹുമ്മൽ ഹർജ്, പിന്നെ അവിടെ കൊലപാതകം സംഭവിക്കുമെന്നാണ്. അപ്പൊ വരാനിരിക്കുന്ന ഒരു വിപത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് മുൻപേ പറഞ്ഞു തന്നത് നമ്മളൊന്നും അതിൽ ഉൾപ്പെടാതിരിക്കാനാണ്. എന്റെ സമൂഹത്തിന് ഇങ്ങനെ ഒരു ദാഉൽ ഉമം വരും, ഇങ്ങനെ ഒരു സാമൂഹിക രോഗം സമൂഹത്തിൽ സംജാതമാകും. ലഭിച്ച അനുഗ്രഹങ്ങളെ മതിമറന്നുകൊണ്ട് ആഡംബരത്തോടെ ആർമാദിച്ച് അനുഗ്രഹങ്ങളെ വിസ്മരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം നാട്ടിൽ ഉണ്ടാകും. അവർ പരസ്പരം പെരുമ നടിക്കുന്നവരായിരിക്കും. അവർ പരസ്പരം വിദ്വേഷവും പകയുമുള്ള ആളുകളായി തീരും. അവസാനം പരസ്പരം കയ്യേറ്റത്തിന് അവർ മുതിരും. പിന്നെ അവർ പരസ്പരം പോരടിച്ച് കൊലപാതകത്തിലേക്ക് അവർ എത്തിച്ചേരും എന്ന ഒരവസ്ഥാവിശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചത് വിശ്വാസികൾ എന്ന നിലക്ക് ഇങ്ങനെ ഒരു കാലഘട്ടം വരുമ്പോൾ ജാഗ്രതയോടെ ശ്രദ്ധയോടെ തങ്ങളുടെ വീട്ടിൽ വളരുന്ന മക്കളെ ശ്രദ്ധിച്ചു വളർത്താൻ മാതാപിതാക്കൾക്ക് സാധിക്കണം എന്നതുകൊണ്ടാണ്. മക്കൾക്ക് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതല്ല, മക്കൾക്ക് ഒരുപാട് സമ്പത്തും അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നതല്ല, മക്കൾക്ക് ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസം നൽകുക എന്നതല്ല, മക്കൾക്ക് ഭൗതികമായ വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതല്ല. അതോടുകൂടെ തന്നെ ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം മതപരമായ ധാർമ്മികമായ മൂല്യം നമ്മുടെ കുടുംബത്തിലേക്ക് നാം സന്നിവേശിപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ തകർച്ചയിലേക്ക് ഈ സമൂഹം എത്തിച്ചേരുമെന്ന് ഈ വിശുദ്ധ റമളാനിന്റെ ഈ രാത്രിയിൽ നാം വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കുകയും നമ്മുടെ കുടുംബത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി, നാടിനു വേണ്ടി, വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടി, പുതിയ ഒരു തലമുറയുടെ നന്മയുടെ വഴിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഈ വിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങളിൽ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.